അതിനിടെ ഭാരവാഹി പട്ടിക ബി.ജെ.പിയുടേത് പുറത്തു വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ തുറന്ന കത്തുമായി കൊമ്പ് കോർക്കുകയാണ് ബി.ജെ.പി നേതാവ് പത്മജ വേണുഗോപാലും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും. ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം. പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചായിരുന്നു സന്ദീപ് വാര്യരുടെ മറുപടി. ഒരു വർഷക്കാലത്തിലധികമായി ബി.ജെ.പി അംഗമായ പത്മജ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കോൺഗ്രസിലെ റീൽസ് ഷോ നേതാക്കൾ സന്ദീപ് വാര്യരുടെ തോളിൽ കൈയിടൂവെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പില പോലെ വലിച്ചെറിയുമെന്നുമായിരുന്നു തുറന്ന കത്തിൽ പത്മജ വേണുഗോപാൽ ആരോപിച്ചിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സും വാക്കുകൾ കൊണ്ട് സന്ദീപ് നശിപ്പിക്കുകയാണെന്നും പത്മജ വേണുഗോപാൽ വിമർശിച്ചിരുന്നു. രണ്ടുപേരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പത്മജ വേണുഗോപാൽ ആദ്യം പറഞ്ഞത് സന്ദീപ് വാര്യർ ഈ സമയം ബി.ജെ.പിയിലെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നേതാക്കളെ വിമർശിക്കുന്നത് ശരിയല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ കോൺഗ്രസിലെ പല നേതാക്കളുടെയും തനിനിറം തനിക്ക് അറിയാം. അത് തനിക്ക് തുറന്നു പറയേണ്ടി വരുമായിരുന്നു. പക്ഷേ താൻ അതിനുള്ള മാന്യത പാലിച്ചു എന്നായിരുന്നു പത്മജ വേണുഗോപാൽ പറഞ്ഞത്. അതിനുള്ള മറുപടിയായിട്ടാണ് സന്ദീപ് വാര്യർ ഒരു തുറന്ന കത്ത് എന്ന രീതിയിൽ സഹോദരി എന്ന് സംബോധന ചെയ്തുകൊണ്ട് പത്മജ വേണുഗോപാലിന് മറുപടി നൽകിയിരിക്കുന്നത്. ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, സന്ദീപ് വാര്യർ പല സമയത്തും അതിരുകൾ വിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബി.ജെ.പിയിൽ നേരത്തെ സംഭവിച്ച പല കാര്യങ്ങളും തനിക്കറിയാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒതുക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അല്പം മുമ്പ് ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ഏതോ ഒരു നേതാവിൻ്റെ കാര്യം പേര് വെളിപ്പെടുത്താതെ പറഞ്ഞിട്ട് ആ നേതാവിനെതിരെ ഒരു സ്ത്രീ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ ഈ പറയുന്ന കാര്യങ്ങളെ ഉദ്ദേശിച്ചാണല്ലോ പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഇത് മാന്യതയല്ല, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിയിലെ നേതാക്കളെക്കുറിച്ച് ഇങ്ങനെ പാടി നടക്കുന്നത് ശരിയല്ല എന്ന് പത്മജ പറഞ്ഞത്. എന്താണ് രണ്ടുപേരുടെയും ഫേസ്ബുക്കിൽ പറയുന്നത്? ഈ ഫേസ്ബുക്ക് പോരിന് തുടക്കമിട്ടത് പത്മജ വേണുഗോപാൽ തന്നെയാണ്. പത്മജയാണ് സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടത്. ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇതിൽ ഇപ്പോൾ സന്ദീപ് വാര്യരെ ഒപ്പം ചേർത്ത് നിറക്കുന്ന കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ ഒരു ഘട്ടം കഴിയുമ്പോൾ കൈവിടും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ സന്ദീപിന് ഈ പരിഗണന കിട്ടൂ എന്ന വാദമാണ് പത്മജ വേണുഗോപാൽ വിമർശനമായി ഉയർത്തിയത്. ഇതിനാണിപ്പോൾ സന്ദീപിൻ്റെ മറുപടി ഉണ്ടായിരിക്കുന്നത്. സന്ദീപിൻ്റെ മറുപടിയിൽ പറയുന്നത് പത്മജ വേണുഗോപാലിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. കാരണം താന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കോൺഗ്രസിലേക്ക് വന്നയാളാണ്, താനൊരു സാധാരണ പ്രവർത്തകനാണ്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഏതെങ്കിലും ബി ജെ പിക്ക് വേണ്ടിയുള്ള സമരരംഗത്ത് ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. സർക്കാർ വിരുദ്ധ സമര പരിപാടികളൊന്നും പത്മജയില്ല. പത്മജ മാത്രമല്ല, എ പി അബ്ദുള്ളക്കുട്ടി ആവട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളാവട്ടെ, ഇങ്ങനെ കോൺഗ്രസിൽ നിന്നോ മറ്റു ലേബലുകളിൽ നിന്നോ വന്നവരൊന്നും ബി.ജെ.പിയിൽ വന്നവരാരും ഇതുവരെയും ഒരു പണിയും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന വിമർശനമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. ഈ തരത്തിലാണ് രണ്ടുപേരും തമ്മിൽ ഫേസ്ബുക്കിൽ പോരടിക്കുന്നത്. അല്പസമയം മുമ്പ് സന്ദീപ് നമ്മളോട് സംസാരിച്ച അടക്കമുള്ള വാക്കുകൾ നമുക്കറിയാം. ബി.ജെ.പിയിലെ ചില നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിരൂക്ഷ വിമർശനമാണ് സന്ദീപ് ഉന്നയിക്കുന്നത്. ബി.ജെ.പിയുടെ ചില ആഭ്യന്തര രഹസ്യങ്ങൾ തനിക്കറിയാം, അത് താൻ തുറന്നു പറയുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സന്ദീപ് നേതാക്കളുടെ പേര് പരാമർശിക്കാതെ ആക്രമണം നടത്തുന്നത്. ഒപ്പം സന്ദീപിന് ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മുമ്പ് നിന്ന് അറിയാവുന്ന വ്യക്തി എന്ന രീതിയിൽ കൂടി സന്ദീപിൻ്റെ നീക്കങ്ങൾ സ്വാഭാവികമായും ബി.ജെ.പിക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടുകൂടി തന്നെ ഇനിയുള്ള നീക്കങ്ങൾ ശ്രദ്ധേയമായിരിക്കും. സന്ദീപിനെതിരെ പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ സന്ദീപ് ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ബി.ജെ.പി നേതാക്കളെ ഈ രീതിയിൽ മാന്യതയില്ലാതെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ്, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷേ തിരികെ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ മറുപടി നൽകുമ്പോൾ സന്ദീപ് പറയുന്നത് പത്മജ വേണുഗോപാൽ ഒരു ജോലിയും ചെയ്യുന്നില്ല, അത് കോൺഗ്രസിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു, ഇപ്പോൾ ബി.ജെ.പിയിലാകുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന രീതിയിലുള്ള മറുപടി നൽകുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ ഈ മാന്യതയല്ല സന്ദീപ് വാര്യർ കാണിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മറുപടി സന്ദീപ് നൽകുന്നില്ലല്ലോ. അതിന് നൽകുന്നില്ല. കാരണം സന്ദീപിനെ ചോദ്യം ചെയ്യുന്നത്, പത്മജ ചോദ്യം ചെയ്തത് സന്ദീപിനെ ഇപ്പോൾ കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നത് ചില താൽക്കാലിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന ആക്ഷേപം കൂടിയാണ് പത്മജ വേണുഗോപാൽ ഉന്നയിച്ചത്. എന്നാൽ അതിന് മറുപടി ആയി സന്ദീപ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം പത്മജ വേണുഗോപാലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രീതി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ആ വാക്കുകളിലുള്ളതാനും. അതിനപ്പുറത്തേക്ക് സന്ദീപ് ചില നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന
നടന്ന ആക്രമണത്തിൽ സന്ദീപ് അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഇന്നൊരു പക്ഷേ ഫേസ്ബുക്കിൽ ഇല്ലെങ്കിൽ കൂടി അല്പസമയം മുമ്പ് മഞ്ജുഷിനോട് സംസാരിക്കുമ്പോഴായാലും സന്ദീപ് അതിന് മറുപടി എന്ന രീതിയിൽ തന്നെ ആവണം ഈ തരത്തിൽ കാര്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ഒരു നേതാവിന് കൃത്യമായ ആരോപണങ്ങൾ, ഒരു നേതാവിനെതിരായ കൃത്യമായ ആരോപണങ്ങൾ സന്ദീപിൻ്റെ വാക്കുകളിലുണ്ട്. ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുന്ന അല്ലെങ്കിൽ BJP നേതാക്കൾക്ക് മറുപടി പറയേണ്ട വിഷയമായി കൂടി സന്ദീപിൻ്റെ ഈ ആരോപണം മാറിയേക്കാം എന്ന കാര്യം കൂടിയുണ്ട്. ഫേസ്ബുക്കിൽ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യർ പോരാട്ടം ഒരു പുതിയ തലത്തിലേക്ക് വരും. കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ അതിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും BJPയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ നേതാവും BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന നേതാവും തമ്മിലുള്ള ഫേസ്ബുക്ക് സംഘർഷവും തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. അതേസമയം 11 മണിക്ക് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമുണ്ട്.